നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ കേരള ഹിന്ദി പാഠാവലിയിലെ 9ാം ക്ലാസ്സിലെ ഒരു മനോഹരമായ കഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഹരിയാലി കി ഛാവ് മേം പച്ചപ്പിന്റെ തണലിൽ എന്ന യൂണിറ്റിലെ ഘർ വീട് എന്ന കഥ. ഈ കഥ പ്രകൃതിയും മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു വീട് എന്നത് മനുഷ്യന് മാത്രമുള്ളതല്ല, അത് പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ് എന്ന സന്ദേശവുമാണ് നൽകുന്നത്. നമുക്കാദ്യം ഈ കഥയുടെ ഒരു സംക്ഷിപ്ത രൂപം നോക്കാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു പല്ലിയും ഒരു ഓന്തുമാണ്. തുടക്കം. കഥ ആരംഭിക്കുന്നത് സന്തോഷവതിയായി റോഡ് മുറിച്ചുവരുന്ന പല്ലിയെ ഓന്ത് കാണുന്നതോടെയാണ്. ഓന്ത് ആശ്ചര്യത്തോടെ "നീ ഇവിടെയോ?" എന്ന് ചോദിക്കുമ്പോൾ താൻ വീട് മാറുകയാണ് എന്ന് പല്ലി മറുപടി പറയുന്നു. പഴയ വീടുകളിലെ അനുഭവം. താൻ മുൻപ് താമസിച്ചിരുന്ന വാടകമുറിയിലെ വീട്ടുടമസ്ഥനായ ശ്രീമാൻ ഫർഹാദിനെ പല്ലി ഓന്തിന് പരിചയപ്പെടുത്തുന്നു. ഫർഹാദ് ഒരു നല്ല മനുഷ്യനായിരുന്നുവെന്നും അദ്ദേഹം ബുക്കുകളുടെ ഷെൽഫിനു മുന്നിലിരിക്കുമ്പോൾ താൻ പിന്നിൽ ഒളിച്ചിരിക്കാറുണ്ടായിരുന്നുവെന്നും പല്ലി പറയുന്നു. കൂടാതെ തന്നെ കണ്ടാൽ പേടിച്ച് ഒച്ച വെച്ചിരുന്ന ശ്രീമതി ശാന്തിദാസ് എന്ന സ്ത്രീയുടെ കൂടെ ഒരാഴ്ച പോലും തനിക്ക് താമസിക്കാൻ കഴിഞ്ഞില്ലെന്നും പല്ലി ഓർക്കുന്നു. പുതിയ വീട്. ശ്രീമാൻ ഫർഹാദ് പുതിയ വീട് വെച്ച് അങ്ങോട്ട് മാറിയപ്പോൾ പല്ലിയും തന്റെ ബാക്കിയുള്ള ജീവിതം അവിടെ തന്നെ ചിലവഴിക്കാൻ തീരുമാനിച്ചു. പുതിയ വീട്ടിലെ കാഴ്ചകൾ. ഫർഹാദിന്റെ പുതിയ വീട്ടിലെ 205 നമ്പർ വീടിന്റെ ഗേറ്റിലെത്തിയ പല്ലി അവിടെ ഒരു എട്ടുകാലിയുമായി മക്കിടി സംസാരിക്കുന്നു. അവിടെ എട്ടുകാലിയെ കൂടാതെ 10-15 ഈച്ചകളും 100ഓളം കൊതുകുകളും ഒരു കറുത്ത ഉറുമ്പും ചീണ്ടി കടന്നലും താമസിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരു എലിയെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. അവൻ ഒരു പത്രപ്രവർത്തകനാണ് എന്നാണ് കേട്ടത്. ഫർഹാദിനെക്കുറിച്ച്. ഈ സൽക്കാരത്തിൽ വെച്ച് ഫർഹാദ് രാത്രിയിൽ വന്ന് ഉറങ്ങി കുറച്ചുനേരം പുസ്തകം വായിച്ചു പോകുന്ന ഒരാൾ മാത്രമാണ് എന്നും വീടിന്റെ ഭിത്തികളിലും ചുവരുകളിലും ജനലുകളിലും മേൽക്കൂരയിലും തങ്ങളെപ്പോലെ അദ്ദേഹത്തിന് കാര്യമായ ബന്ധമൊന്നുമില്ല എന്നും കടന്നലും എട്ടുകാലിയും പറയുന്നു. ഫർഹാദിന്റെ സ്വപ്നം. രാത്രി ഏറെ വൈകിയാണ് ഫർഹാദ് വീട്ടിലെത്തുന്നത്. അദ്ദേഹം ഉറങ്ങുമ്പോൾ അടുപ്പിനടുത്തു വെച്ചിരുന്ന പഴയ മൺകലത്തിനടുത്ത് പല്ലി മുട്ടയിടുന്നതായും മുറികൾക്ക് പിന്നിലെ ഗാലറിയുടെ മൂലയിൽ എട്ടുകാലി വലിയൊരു വല തയ്യാറാക്കിയിരിക്കുന്നതായും അതിൽ കുറച്ച് ഈച്ചകളെ ഉണക്കി വെച്ചിരിക്കുന്നതായും അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ടു. ഫർഹാദ് ആ വലയുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതായും സ്വപ്നം കാണുന്നതായും പുതിയ വീട്ടിൽ തന്റെ കുടുംബം വലുതാവുന്നതിൽ അദ്ദേഹം സന്തോഷിക്കുന്നതായും സ്വപ്നം കണ്ടു. അദ്ദേഹം സ്വപ്നം കണ്ടുകൊണ്ടുതന്നെ ഉണർന്നു. പേജ് 6. രാവിലെ ഉണർന്നു. കട്ടിലിനടുത്തു വെച്ചിരുന്ന ചെരുപ്പിൽ കാൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇക്കിളി അനുഭവപ്പെട്ടു. അദ്ദേഹം നോക്കിയപ്പോൾ 3 ചെറിയ തവളക്കുഞ്ഞുങ്ങൾ ചെരുപ്പിന്മേൽ പരസ്പരം ചേർന്നിരിക്കുന്നതായി കണ്ടു. അദ്ദേഹം ചെരുപ്പം മെല്ലെ എടുത്തു 3 തവളക്കുഞ്ഞുങ്ങളെയും മറ്റേ കൈയിലെ ഉള്ളം കൈയിലേക്ക് എടുത്തു. അദ്ദേഹത്തിന്റെ ഉള്ളം കൈയിൽ അവ 3 ഇതളുകളുള്ള പച്ചപ്പൂവ് പോലെ തോന്നി. അദ്ദേഹം കുറച്ചുനേരം അവരെ കൈയിൽ വെച്ചുകൊണ്ട് പുറത്ത് കാറ്റിൽ നടന്നു. അവ ഓരോന്നായി ചാടിപ്പോകുന്നതുവരെ അദ്ദേഹം നടന്നു. അവർ വീട്ടിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചിരിച്ചു. അപ്പോൾ കണ്ണാടിയിൽ അദ്ദേഹത്തിന് പല്ലിയെ കണ്ടു. പുതിയ വീട്ടിൽ അവർ തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.